ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്, അതുപോലെ തന്നെ മൊഡ്യൂൾ 5. അപ്പൊ എക്സാമിന് പോകുമ്പോൾ ഈ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 5ഉം ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അതിനകത്ത് എന്തൊക്കെ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം. അപ്പൊ നമ്മളിവിടെ പോയിന്റ് ബേസ് ആയിട്ടാണ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തന്നെ കൊടുക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പൊ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോ ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ പറയുന്നത് ആരാണ് ഒരു ഓൺട്രപ്രണർ എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഒരു ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആൻ ഓൺട്രപ്രണർ ഈസ് എ പേഴ്സൺ ഹു കമ്പൈൻസ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ അതുപോലെ തന്നെ ലേബർ എല്ലാം കമ്പൈൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മളൊരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാനായിട്ടുള്ള ക്യാപിറ്റലോ അതിന് വേണ്ടിയിട്ടുള്ള ലേബറോ ഒന്നും നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അല്ലെ. അതൊക്കെ അവിടുത്തെ ഓണേഴ്സ് ആണ് ചെയ്യുക. അപ്പൊ ആരാണ് ഇവിടെ ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്നത്? സ്വന്തമായിട്ട് ഒരു ഐഡിയ ഉണ്ടാകുകയും ആ ഐഡിയ ഒരു ബിസിനസ് ആക്കി മാറ്റുകയും ചെയ്യുന്ന ഒരാളാണ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഇതേപോലെ തന്നെ ഓർത്ത് വെക്കുക. ഇതിന്റെ കൂടെ ഒരു ഓൺട്രപ്രണർ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇനി നമ്മൾ മുന്നോട്ട് പഠിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരാണ് ഒരു ഓൺട്രപ്രണർ, എന്തൊക്കെ പോയിന്റ്സ് അതിനകത്ത് ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ എക്സാമിന് എഴുതുന്ന സമയത്ത് പോയിന്റ്സ് ആഡ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ഒരു 2 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇതും ഇതിന്റെ കൂടെ നിങ്ങളുടെ ഐഡിയയും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ബേസിക് ഐഡിയ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഒരു ഓണർ ആണ് കമ്പനിയുടെ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെയാണ് ഓർഗനൈസേഷന്റെ എംപ്ലോയി ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ മാനേജർ ആയിട്ട് വരുന്നത്. റിസ്ക് എല്ലാം എടുക്കുന്നത് ആരാണ്? ഓൺട്രപ്രണർ തന്നെയാണ്. ലാഭം ഉണ്ടെങ്കിൽ അത് എടുക്കുന്നത് ആരാണ്? ഓൺട്രപ്രണർ ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കമ്പൈൻ ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺട്രപ്രണർ ആണ്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമായിട്ടാണ് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഓൺട്രപ്രണർ ആരാന്ന് എഴുതിയിട്ട് അതിനുശേഷം ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാം. എന്നിട്ട് ഓരോ ക്യാരക്ടറിസ്റ്റിക്സിനും ചെറിയ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷനും കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ എന്ത് ചോദിച്ചാലും, ഇപ്പൊ റോള് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ആദ്യം ആരാണ് ഓൺട്രപ്രണർ എന്നുള്ളതിനെ കുറിച്ച് എഴുതിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് ആരാണ് ഓൺട്രപ്രണർ എന്നുള്ളത് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഓൺട്രപ്രണർ ബ്രിങ്സ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി. അതായത് സമൂഹത്തിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് കഴിയുന്ന ഒരാളാണ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഓൺട്രപ്രണർ ഈസ് ആക്ഷൻ ഓറിയന്റഡ് ആൻഡ് ഹൈലി മോട്ടിവേറ്റഡ് ഇൻഡിവിജ്വൽ. അതായത് കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്ന ഒരാളാണ് ഓൺട്രപ്രണർ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ നൽകുന്ന ഒരാളും കൂടി ആയിരിക്കും ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഹി ടേക്ക് റിസ്ക് ടു അച്ചീവ് ഗോൾസ്. എന്താണോ ഗോൾസ് അത് അച്ചീവ് ചെയ്യാനായിട്ട് റിസ്ക് എടുക്കുന്ന ആളാണ്. തിങ്കർ ആൻഡ് ഡൂവർ. അതായത് കാര്യങ്ങൾ ചിന്തിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. നെക്സ്റ്റ് പറയുന്നത് പ്ലാനർ ആൻഡ് വർക്കർ. ഓൺട്രപ്രണർ എങ്ങനെയുള്ള ഒരാളാണ്? പ്ലാനറും അതുപോലെ തന്നെ വർക്കറുമാണ്. കാര്യങ്ങളെ പ്ലാൻ ചെയ്യുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഓൺട്രപ്രണർ ബിൽഡ് ന്യൂ എന്റർപ്രൈസ്. പുതിയ എന്റർപ്രൈസുകൾ ബിൽഡ് ചെയ്യുകയാണ് ഒരു ഓൺട്രപ്രണർ ചെയ്യുന്നത്. പിന്നെ എന്താണ്? റെസ്പോൺസിബിലിറ്റി. അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി വിത്ത് കോൺഫിഡൻസ്. അതായത് എന്ത് ഉത്തരവാദിത്തമാണ് എന്നുണ്ടെങ്കിൽ ഫുൾ കോൺഫിഡൻസോട് കൂടി അദ്ദേഹം അത് ഏറ്റെടുക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ആര്? ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കേട്ടാൽ തന്നെ ആരാണ് ഒരു ഓൺട്രപ്രണർ എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മുടെ ഓൺട്രപ്രണർക്ക് എന്തൊക്കെ റോളുകളാണ് എക്കണോമിക്കൽ ഡെവലപ്മെന്റിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. റോൾ ഓഫ് ഓൺട്രപ്രണർ ഇൻ എക്കണോമിക്കൽ ഡെവലപ്മെന്റ്. ഫസ്റ്റ് തന്നെ പറയുന്നത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. അദ്ദേഹം എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? മറ്റുള്ളവർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ്. നെക്സ്റ്റ് പറയുന്നത് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെന്റ്, ഇൻക്രീസ് പെർ ക്യാപിറ്റ ഇൻകം, എൻകറേജ് ഡെമോക്രസി ആൻഡ് സെൽഫ് ഗവേണൻസ്. ഈ പോയിന്റുകളെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ നേരത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുകയാണെങ്കിൽ ഓൺട്രപ്രണർ ആരാന്നുള്ളത് എഴുതണം. ഇതൊക്കെ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് ചോദിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ആദ്യം ആരാണ് ഒരു ഓൺട്രപ്രണർ എന്നുള്ളതിനെ കുറിച്ച് എഴുതിയിട്ട് വേണം എന്താണ് റോൾ എന്നതിനെ കുറിച്ച് എഴുതാനായിട്ട്. അപ്പൊ ഈ പോയിന്റ്സുകൾ ഒന്ന് ഓർത്ത് വെക്കുകയും ഇതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഗ്രോത്ത് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, ഗ്രോത്ത് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇതിന്റെയൊക്കെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മള് ഓൺട്രപ്രണേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെയൊക്കെ മീനിങ് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ പ്രൊമോഷൻ ഓഫ്
എക്സ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, കൂടുതൽ എക്സ്പോർട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പോയിന്റ്സ് ഓർത്ത് വെച്ചിട്ട് അതിന് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന രീതിയിൽ പഠിച്ചു വെക്കാം. നെക്സ്റ്റ് പറയുന്നത് ഒരു ഓൺടർപ്രണറുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് പറയുന്നത് പാഷൻ ഫോർ ബിസിനസ്. ഒരു എന്താണോ അദ്ദേഹം ചെയ്യാനായിട്ട് പോകുന്ന ബിസിനസ് അതിനോട് പാഷൻ ഉള്ള ഒരാളായിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാവില്ല നമ്മുടെ പാഷൻ എന്ന് പറയുന്നത്. നമുക്ക് പാഷൻ ആയിട്ട് വേറെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് അത്രയും അത് ചെയ്യണം എന്നൊരു ആഗ്രഹം കൊണ്ട് സ്വന്തമായി റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരാളാണ് ഓൺടർപ്രണർ. അപ്പൊ ആ ഒരു കാര്യത്തിനോട്, ചെയ്യാൻ പോണ കാര്യത്തിനോട് പാഷൻ ഉള്ള ഒരാളായിരിക്കും. ക്രിയേറ്റിവിറ്റി, അതായത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ക്രിയേറ്റീവ് അല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയില്ല. നമ്മൾ തന്നെയാണ് ഓർഗനൈസേഷൻ എംപ്ലോയി, മാനേജർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ പറയുന്നത് ഹാർഡ് വർക്ക്, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. പിന്നെ കുറച്ച് നിങ്ങൾക്ക് തന്നെ കയ്യിൽ നിന്ന് എടുത്തെഴുതാനായിട്ട് പറ്റുന്ന പോയിന്റ്സ് ഒക്കെയാണ്. ഇതൊക്കെ ആലോചിച്ചാൽ കിട്ടുന്ന പോയിന്റ്സ് അല്ലേ, കാണാപ്പാഠം പഠിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും ആരെന്ന് പറയുന്നത്, ഒരു ഓൺടർപ്രണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലീഡർഷിപ്പ്, അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കും. ടീം സ്പിരിറ്റ് ഉണ്ടായിരിക്കും, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ തന്നെ എന്താണ് ടെക്നിക്കൽ നോളജ് എല്ലാം ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ള ആളായിരിക്കണം ഒരു ഓൺടർപ്രണർ എന്ന് പറയുന്നത്. ഈ കഴിവുകളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ആരായി മാറാനായിട്ട് സാധിക്കില്ല, ഒരു ഓൺടർപ്രണർ ആയിട്ട് മാറാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ഫങ്ഷൻസ് ഓഫ് ഓൺടർപ്രണേഴ്സ്. എന്താണ് ഒരു ഓൺടർപ്രണറിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്? നമുക്ക് ഓരോ പോയിന്റ് ബേസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്, പ്ലാനിങ് ദ പ്രൊജക്ട്. അതായത് എന്താണോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അതിനെ പ്ലാൻ ചെയ്യുക, അതിനെ ഓർഗനൈസ് ചെയ്യുക, ഡിസിഷൻ മേക്കിംഗ്, ഇന്നവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പുതുതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതാണ് ശരിക്കും ഒരു ഓൺടർപ്രണർ ചെയ്യേണ്ടത്, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണം. പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ, ഇതൊക്കെ ചെയ്താൽ പോരാ, ആ പ്രൊജക്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രാവർത്തികമാക്കണം. അതുപോലെ തന്നെ റിസ്ക് എടുക്കാനായിട്ട് റിസ്ക് എടുക്കേണ്ട ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഓൺടർപ്രണർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഓൺടർപ്രണർ തന്നെയാണ് ഓർഗനൈസേഷനിലെ എംപ്ലോയി എന്ന് പറയുന്നത്. പക്ഷെ ഒരു ഓൺടർപ്രണർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ഒരാളുമാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അത് അവർക്കും കൂടെ അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവരുടെ സാലറി എന്നുള്ള രീതിയിൽ കൊടുക്കുക. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഓഫ് ഫിനാൻസ്, ഇതൊക്കെ ആണ് ഒരു ഓൺടർപ്രണറുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺടർപ്രണേഴ്സ് ആണ്. ഓൺടർപ്രണേഴ്സിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എസ്എ ക്വസ്റ്റിന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അത് കൂടാതെ ഇതിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓൺടർപ്രണേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഓരോ ഓൺടർപ്രണേഴ്സും ആരാണ്, അല്ലെങ്കിൽ ബിസിനസ് ഓൺടർപ്രണർ ആരാണ്, ട്രേഡിംഗ് ഓൺടർപ്രണർ ആരാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സെപ്പറേറ്റ് പ്രതീക്ഷിക്കാം. അതായത് 2 മാർക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺടർപ്രണർ എന്ന് പറയുമ്പോൾ അതിന് ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ബിസിനസിന്റെ ബേസിസിലാണ്. ഓൺ ദി ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഈ ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു 5 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് പറയുന്നത് ബിസിനസ് ഓൺടർപ്രണർ, ട്രേഡിംഗ് ഓൺടർപ്രണർ, ഇൻഡസ്ട്രിയൽ ഓൺടർപ്രണർ, കോർപ്പറേറ്റ് ഓൺടർപ്രണർ, അഗ്രികൾച്ചർ ഓൺടർപ്രണർ. ഇനി ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ബിസിനസ് ഓൺടർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി ഈസ് ആൻ ഇൻഡിവിജ്വൽ ഹു ഡിസ്കവർ ആൻ ഐഡിയ ടു സ്റ്റാർട്ട് എ ബിസിനസ്. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഐഡിയ കണ്ടുപിടിക്കുന്നത് ആരാണോ അദ്ദേഹത്തിനെയാണ് നമ്മൾ ബിസിനസ് ഓൺടർപ്രണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ട്രേഡിംഗ് ഓൺടർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ട്രേഡിംഗ് ഓൺടർപ്രണർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അവിടെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ആരാണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നയാളെ നമ്മൾ ഇൻഡസ്ട്രിയൽ ഓൺടർപ്രണർ എന്ന് പറയുന്നു. നെക്സ്റ്റ് കോർപ്പറേറ്റ് ഓൺടർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ടുള്ള സ്കില്ലുള്ള ആളുകളെയാണ് നമ്മൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഓൺടർപ്രണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഗ്രികൾച്ചർ ഓൺടർപ്രണർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ആരാണോ അദ്ദേഹത്തിന് നമ്മൾ എന്തെന്ന് പറയും, അഗ്രികൾച്ചർ ഓൺടർപ്രണർ എന്ന് പറയും. അപ്പൊ ഓരോ വേർഡും എന്താണോ അത് തന്നെയാണ് അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെക്നോളജി, നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിയുടെ ബേസിസിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ആദ്യം പറയുന്നത് എന്താണ്, ടെക്നിക്കൽ ഓൺടർപ്രണർ ആരാണെന്നുള്ളതാണ് ആദ്യം പറയുന്നത്.
they are extremely task oriented, they are craftsman type. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് ഓൺടർപ്രണോറിയൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത്, ടെക്നിക്കൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് നോൺ ടെക്നിക്കൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഇവര് ഓൺടർപ്രണേഴ്സ് ആണ്, പക്ഷേ ബിസിനസിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഐഡിയ ഇല്ലാത്ത ആളുകളായിരിക്കും നോൺ ടെക്നിക്കൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്, പ്രൊഫഷണൽ ഓൺടർപ്രണേഴ്സ് ആണ്. ആരാണ് പ്രൊഫഷണൽ ഓൺടർപ്രണേഴ്സ്? He is an entrepreneur who start business unit but not carry on the business for long period. അദ്ദേഹം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊരു ലോങ് പീരീഡിലേക്ക് കൊണ്ടുപോകുന്നില്ല. അങ്ങനെയുള്ള ഒരാളാണ് പ്രൊഫഷണൽ ഓൺടർപ്രണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ 3 ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, നോൺ ടെക്നിക്കൽ ഓൺടർപ്രണേഴ്സ്, അതുപോലെ തന്നെ ടെക്നിക്കൽ ഓൺടർപ്രണേഴ്സ്, പ്രൊഫഷണൽ ഓൺടർപ്രണേഴ്സ്. ഏതിന്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു? ഓൺ ദി ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെക്നോളജി എന്നുള്ള ഡിവിഷനിൽ വരുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഓൺ ദി ബേസിസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷന്റെ ബേസിസിൽ എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ ആണുള്ളത്? മോട്ടിവേഷന്റെ ബേസിസിൽ 3 രീതിയിലാണ് ക്ലാസിഫിക്കേഷൻസ് വന്നിട്ടുള്ളത്. പ്യുവർ ഓൺടർപ്രണർ, ഇൻഡ്യൂസ്ഡ് ഓൺടർപ്രണർ ആൻഡ് മോട്ടിവേറ്റഡ് ഓൺടർപ്രണർ. അപ്പൊ പ്യുവർ ഓൺടർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a type of entrepreneur, they believe in their own performance. അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്, പ്യുവർ ഓൺടർപ്രണർ എന്ന് പറയുന്നത്. ഇൻഡ്യൂസ്ഡ് ഓൺടർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇൻഡ്യൂസ്ഡ് ഓൺടർപ്രണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോട്ടിവേറ്റഡ് ഓൺടർപ്രണർ. മോട്ടിവേറ്റഡ് ഓൺടർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള കഴിവുകളെ അല്ലെങ്കിൽ ആ കഴിവുകളാണ് അദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ട്? ഒരു ഓൺടർപ്രണർ ആയിട്ട് മാറാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഇതാണ് 3 ക്ലാസിഫിക്കേഷൻസ്, മോട്ടിവേഷന്റെ ബേസിസിലുള്ള 3 ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡി ആണ് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റിന്റെ ബേസിൽ 3 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് ജനറേഷൻ ഓൺടർപ്രണർ, മോഡേൺ ഓൺടർപ്രണർ ആൻഡ് ക്ലാസിക്കൽ ഓൺടർപ്രണർ. ഇതില് ഫസ്റ്റ് ജനറേഷൻ ഓൺടർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡിയാസ് അല്ലെങ്കിൽ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഫസ്റ്റ് ജനറേഷൻ ഓൺടർപ്രണർ എന്ന് പറയുന്നത്. ആൻഡ് മോഡേൺ ഓൺടർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോഡേൺ മാർക്കറ്റ് നീഡ്സ് എന്താണ് അതിന് അനുയോജ്യമായിട്ടുള്ള ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ മോഡേൺ ഓൺടർപ്രണർ എന്ന് പറയുന്നത്. ആൻഡ് ക്ലാസിക്കൽ ഓൺടർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്താണോ അതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ക്ലാസിക്കൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ഓൺടർപ്രണോറിയൽ ആക്ടിവിറ്റി. ഓൺടർപ്രണോറിയൽ ആക്ടിവിറ്റിന്റെ ബേസിസിൽ ക്ലാസിഫിക്കേഷൻസ്. ഓൺടർപ്രണോറിയൽ ആക്ടിവിറ്റിന്റെ ബേസിസിൽ നമ്മൾ 3 രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് നോവിസ്, 2 സീരിയൽ ഓൺടർപ്രണർ, 3 പോർട്ട്ഫോളിയോ ഓൺടർപ്രണർ. ഇതിൽ നോവിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഒരാള് ബിസിനസ് ഓർഗനൈസേഷൻ തുടങ്ങുന്നു അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണോറിയൽ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിനെയാണ് നമ്മൾ നോവിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സീരിയൽ ഓൺടർപ്രണർ. ഇവിടെ തുടങ്ങുന്ന സമയത്ത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ തുടങ്ങുന്ന സമയത്ത് ഒരു ബിസിനസ് മാത്രമേ തുടങ്ങുന്നുണ്ടാവുള്ളൂ. എന്നാൽ പിന്നെ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ കുറെ ഓർഗനൈസേഷൻസ് റൺ ചെയ്യുന്ന ഒരാളായിരിക്കും സീരിയൽ ഓൺടർപ്രണർ എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ ഓൺടർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്പർ ഓഫ് ബിസിനസ് അറ്റ് ദ സെയിം ടൈം, അതായത് ഒരേ സമയത്ത് തന്നെ കുറെ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ് പോർട്ട്ഫോളിയോ ഓൺടർപ്രണർ എന്ന് പറയുന്നത്. അപ്പൊ സീരിയൽ ഓൺടർപ്രണറും പോർട്ട്ഫോളിയോ ഓൺടർപ്രണറും കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് പറയുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ബൈ ക്ലിയറൻസ് സ്റ്റാൻഹോഫിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു 4 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്നവേറ്റീവ് ഓൺടർപ്രണേഴ്സ്, അഡോപ്റ്റീവ് ഓൺടർപ്രണേഴ്സ്, ഫാബിയൻ ഓൺടർപ്രണേഴ്സ്, ഡോൺ ഓൺടർപ്രണേഴ്സ്. അതിൽ ഇന്നവേറ്റീവ് ഓൺടർപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി ഈസ് ആൻ ഓൺടർപ്രണർ ഹു ഹാസ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂ ഗുഡ്സ്, മെത്തേഡ്സ്, പ്രൊഡക്ഷൻ എക്സെട്ര. അതായത് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ, ഇന്നവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒരു ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെയാണ് നമ്മൾ ഇന്നവേറ്റീവ് ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് അഡോപ്റ്റീവ് ഓൺടർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡോപ്റ്റീവ് ഓൺടർപ്രണേഴ്സ് സ്വന്തമായിട്ട് ഒരു തരത്തിലുള്ള ഇന്നവേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്ന ആളുകളല്ല. അവർ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, ഇമിറ്റേറ്റ് ചെയ്യാം. അതായത് മറ്റുള്ള ഓൺടർപ്രണേഴ്സ് കണ്ടുപിടിച്ചിട്ടുള്ള ടെക്നോളജീസിനെ, അവരുടെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള
ടെക്നോളജീസിനെ ഇവർ അഡോപ്റ്റ് ചെയ്യുക മാത്രമാണ്, അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുക മാത്രമാണ് അഡോപ്റ്റീവ് ഓൺടർപ്രണേഴ്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫാബിയൻ ഓൺടർപ്രണേഴ്സ് ആണ്. ഫാബിയൻ ഓൺടർപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. അവർ എന്ത് ചെയ്യുന്നില്ല, പുതുതായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. പൊതുവെ ഷൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ലേസി ആയിട്ടുള്ള ആളുകളാണ് ഫാബിയൻ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡ്രോൺ ഓൺടർപ്രണേഴ്സ് ആണ്. അതായത് ഈ പ്രൊഡക്ഷനിലൊക്കെ പുതുതായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ പോലും അത് അഡോപ്റ്റ് ചെയ്യാത്ത ആളുകളാണ് ഡ്രോൺ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെയും കുറെയൊക്കെ ആ വേർഡിന്റെ തന്നെ മീനിങ് ആണ്. ഇന്നോവേറ്റീവ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഓൺടർപ്രണേഴ്സ്, അഡോപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഫാബിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ആളുകൾ, അതായത് പുതുതായിട്ടൊന്നും കണ്ടുപിടിക്കാത്ത ആളുകളാണ്. അതുപോലെ തന്നെ ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യാത്ത ആളുകളാണ് ആരെന്ന് പറയുന്നത് ഡ്രോൺ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ ഗെയിന് വേണ്ടിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെയാണ് കൊമേഴ്ഷ്യൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അതായത് കൊമേഴ്ഷ്യൽ ഫിലിംസ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അല്ലെ. ഇനി സോഷ്യൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, അങ്ങനെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി സോഷ്യൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിക്ക് വെൽഫെയർ ഉണ്ടാകുന്ന രീതിയിലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സോഷ്യൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ഓൺടർപ്രണേഴ്സിനെ നമ്മൾ സോഷ്യൽ ഓൺടർപ്രണേഴ്സ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓൺടർപ്രണോറിയൽ ഗ്രോത്ത്. നമ്മൾ ഓൺടർപ്രണോറിയൽ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇവിടെ നമ്മളൊരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇക്കണോമിക്കൽ ഫാക്ടേഴ്സ്, അതിന്റെ താഴെ അതിന്റെ ഫാക്ടേഴ്സ് ആണ് വരുന്നത്. പിന്നെ സോഷ്യൽ ഫാക്ടേഴ്സ്, പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്. ഒരു എസ്സേ ആയിട്ട് വരെ ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് നോക്കി അറിയാം, കുറേ കാര്യങ്ങൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് അല്ലെ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഓരോ ഫാക്ടേഴ്സും എഴുതിയിട്ട് അതിന്റെ സബ് ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇക്കണോമിക്കൽ ഫാക്ടേഴ്സ് എഴുതിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം സോഷ്യൽ ഫാക്ടേഴ്സ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇത് മൊത്തമായിട്ട് നിങ്ങൾ ഒരു ടേബിൾ ആയിട്ട് വരച്ചു വെക്കാം. അതായത് നമുക്ക് എന്താ പറയുന്നത്, പെട്ടെന്ന് എന്താണോ അതിന്റെ ആൻസർ എന്നുള്ള പെട്ടെന്ന് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ എഴുതുമ്പോഴും. ഒത്തിരി ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണം അല്ലെ. അപ്പൊ ആദ്യം നിങ്ങൾ ഫുൾ ക്ലാസിഫിക്കേഷൻസും അതിന് വരുന്ന സബ് പോയിന്റ്സും ആദ്യം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് പിന്നെ ഓരോന്നും എടുത്ത് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്കും പെട്ടെന്ന് എഴുതാനായിട്ട് പറ്റും. പേപ്പർ നോക്കുമ്പോൾ ഒന്നും കൂടെ എന്തായിരിക്കും, സിമ്പിൾ ആയിട്ട് പേപ്പർ നോക്കും, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഒന്നും കൂടെ പെട്ടെന്ന് നമുക്ക് എവിടെയാണ് ആൻസർ എന്നുള്ളത് നമുക്ക് തപ്പി തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ എഴുതാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതും നമ്മൾ എന്ത് ചെയ്യുക, ടേബിൾ വരച്ചതിന് ശേഷം എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പോയിന്റ് ബേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ആ കൂട്ടത്തില്. നെക്സ്റ്റ് പറയുന്ന ഓൺടർപ്രണർഷിപ്പ് എന്താന്നുള്ളതാണ്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ഓൺടർപ്രണർ ആരാണ് എന്നുള്ള ഒരു ചോദ്യത്തിനോടൊപ്പം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ഓൺടർപ്രണർഷിപ്പ് എന്താണെന്നുള്ളത്. ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് പുതുതായിട്ടുള്ള എന്താ പറയുക, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കണ്ടുപിടിച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഓൺടർപ്രണർഷിപ്പ്. അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻട്രാപ്രണർ ആരാണെന്നുള്ളതാണ്. ഇൻട്രാപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനുള്ള എംപ്ലോയീസിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻട്രാപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഈ ഓൺട്രപ്രണറും അതുപോലെ തന്നെ ഇൻട്രാപ്രണറും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇൻട്രാപ്രണർ എന്ന് പറഞ്ഞാൽ സെമി ഇൻഡിപെൻഡന്റ് ആണ്, ഫുള്ളി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളല്ല. അതുപോലെ തന്നെ ഓൺട്രപ്രണർ വർക്ക് ഫോർ പ്രോഫിറ്റ്. ഓൺട്രപ്രണർ എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ എംപ്ലോയി ആയതുകൊണ്ട് തന്നെ സാലറിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ റിയൽ ഓണേഴ്സ് ആണ്. പക്ഷെ ഇവരെന്താണ്, ഒരു റിയൽ ഓണേഴ്സ് അല്ല ആര്, ഇൻട്രാപ്രണേഴ്സ്. അതുപോലെ തന്നെ എന്താണ്, ഓപ്പറേറ്റ്സ് ഫോർ ഔട്ട്സൈഡ് ആൻ ഓർഗനൈസേഷൻ, ഓപ്പറേറ്റ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ജോലികൾ ചെയ്യുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഇൻട്രാപ്രണേഴ്സ് എന്ന് പറയുന്നത്. ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഉണ്ടാക്കുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു ഓൺട്രപ്രണറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ ഇൻട്രാപ്രണർക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല.
പറയുന്നത് ആരാണ് വുമൺ ഓൺടർപ്രണർ അല്ലെങ്കിൽ വുമൺ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ആ വേർഡിൽ തന്നെ ഉണ്ടല്ലേ, എന്താ പറയുന്നത്, എനി വുമൺ ഓർ ഗ്രൂപ്പ് ഓഫ് വുമൺ, ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്ത്രീകളോ എന്ത് ചെയ്യുന്നു, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വുമൺ ഓൺടർപ്രണർഷിപ്പ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഓൺടർപ്രണറും അതുപോലെ തന്നെ മാനേജറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓൺടർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷന്റെ ഓണർ ആണ്, പക്ഷെ മാനേജർ ആരാണ്, ഒരു എംപ്ലോയി ആണ്. ആൻഡ് വർക്ക് ഫോർ പ്രോഫിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഓൺടർപ്രണർ സാലറിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. സെൽഫ് മോട്ടിവേറ്റഡ് ആണ് ഒരു ഓൺടർപ്രണർ എന്ന് പറയുന്നത്, പക്ഷെ ഇവിടെ മോട്ടിവേറ്റഡ് ബൈ പവർ ആണ്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഓൺടർപ്രണർക്ക് ഹൈ ആയിരിക്കും, പക്ഷെ മാനേജർക്ക് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി കുറവായിരിക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ഇന്നോവേഷൻ ആൻഡ് ന്യൂ ഐഡിയാസ്, ഇന്നോവേഷൻസ് പുതിയ ഐഡിയാസ് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നത് ഒരു ഓൺടർപ്രണർ ആണ്. ഇവിടെ ആ ഒരു ഡിസിഷനെ എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രാവർത്തികമാക്കുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമാണ് ഒരു മാനേജർക്ക് ഉള്ളത്. നെക്സ്റ്റ് പറയുന്നത് പ്രോബ്ലംസ് ഓർ ചലഞ്ചസ് ഓഫ് വുമൺ ഓൺടർപ്രണർഷിപ്പ്. ഒരു വുമൺ ഓൺടർപ്രണർ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അല്ലെങ്കിൽ ചലഞ്ചസുകളാണ് ഫേസ് ചെയ്യുന്നത്. ഫസ്റ്റ് പറയുന്നത് ഷോർട്ടേജ് ഓഫ് ഫിനാൻസിന്റെ ലഭ്യതക്കുറവ് അല്ലെങ്കിൽ ഇല്ലായ്മ തന്നെ. പിന്നെ പറയുന്നത് എന്താണ്, റോ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റാത്ത സിറ്റുവേഷൻസ്, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റ് ഫെസിലിറ്റീസ് ഇല്ലാത്തത്, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ, മറ്റുള്ള ആളുകളുമായിട്ട് വരുന്ന കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നത്, എഡ്യൂക്കേഷൻ ഇല്ലായ്മ, അതുപോലെ തന്നെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ അതുപോലെ തന്നെ ട്രെയിനിങ്, ലോ മൊബിലിറ്റി, ഇതൊക്കെ എന്താണ് ഒരു വുമൺ ഓൺടർപ്രണറിനെ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആണ് അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസ് ആണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ഇത്. ഒരു 5 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുത്ത് തന്നെ എഴുതുക. സ്വന്തമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള പ്രോബ്ലംസും ആര് ഫേസ് ചെയ്യുന്നുണ്ട്, വിമൻ ഓൺടർപ്രണേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഓവർകം ചെയ്യാനായിട്ട് കുറച്ച് റെമഡിയൽ മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഈ പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഈ ഒരു ഏരിയ വിടരുത്. അതിനോട് കൂടെ തന്നെ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിന്റെ കൂടെ തന്നെ എഴുതേണ്ട ഒരു കാര്യമാണ് അതിന്റെ റെമഡിയൽ ആയിട്ടുള്ള എന്താ പറയുന്നത് മെഷേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിമൺ ഓൺടർപ്രണേഴ്സിന് കൊടുക്കുന്ന അസിസ്റ്റൻസ്, പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പുകളും കൊടുക്കാനായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് പോലെയുള്ള ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് പ്രത്യേകം തരത്തിലുള്ള സ്കീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെ തരത്തിലാണ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ നോക്കി വെക്കുക. നെക്സ്റ്റ് പറയുന്ന ഓൺടർപ്രണോറിയൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, EDP എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ EDP എന്നാണ് അല്ലെ, അല്ല നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് തന്നെ എന്താണ്, EDP എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഓൺടർപ്രണോറിയൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോഗ്രാം ആണ്. അതായത് ഓൺടർപ്രണോറിയൽ എബിലിറ്റീസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് എന്ന് പറയുന്നത് EDP, ഓൺടർപ്രണോറിയൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ EDP എന്ന് പറയുന്ന പ്രോഗ്രാം എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്, അതിന്റെ നീഡ് എന്താണ്, ഒബ്ജക്റ്റീവ്സും ഇമ്പോർട്ടൻസും എന്താണ്, അത് പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് നീഡ് എന്ന് പറയുമ്പോൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള പീപ്പിൾസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ EDP എന്ന് പറയുന്ന പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതൊക്കെ നോക്കി വെക്കുക. അതുപോലെ EDP എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ കണ്ടന്റ് എന്താണ് അല്ലെങ്കിൽ കരിക്കുലം എന്താണെന്നുള്ളത് പോയിന്റ്സ് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ട്രെയിനിങ് ടു ഓൺടർപ്രണേഴ്സ്, ഏതൊക്കെ രീതിയിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നോക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ നോക്കേണ്ടത്. അപ്പൊ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക.